ഗോയ്സ്, അപ്പോൾ ഞാൻ ഇന്നൊരു വിശേഷങ്ങളാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ രാവിലെ എന്നെ ഒരുങ്ങാതെ ഞാനാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലും വവ്വാൽ കുഞ്ഞിൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് ഗോയ്സ്. അല്ലാണ്ട് അവൾ അവിടെ നിന്ന് ഒരുങ്ങുന്നുണ്ട്. ഇനി അടുത്തത് എൻ്റെ ഊഴമാണ് ഞാനെല്ലാം ഒരുങ്ങുന്നത്. എൻ്റെ വവ്വാൽ കുഞ്ഞാണ് ഒരുക്കി തരുന്നത്. എന്ത് ചെയ്യാൻ, സുന്ദരിയായിട്ട് എനിക്ക് ബ്യൂട്ടി പാർലറിലൊന്നും പോകേണ്ടി വന്നിട്ടില്ല ഇതുവരെ. ആരും നമുക്ക് കൂട്ടിക്കുറയുടെ പൗഡറൊക്കെ ഇട്ട് തരുന്നുണ്ട് ഗോയ്സ് സുന്ദരിയാക്കാനുള്ള പരിപാടി. കുട്ടി എന്താ കാര്യമായിട്ട് പറയുന്നുണ്ട്, എന്താണേലും പറഞ്ഞോട്ടെ. അത് കഴിഞ്ഞ് ഗോയ്സ് അവളുടെ ഏത് ഫേവറേറ്റ് ആയിട്ടുള്ള ഐലൈനർ എഴുതി തരുന്നുണ്ട്. ഇരുന്ന് കൊടുത്തല്ലേ പറ്റൂ, പണി കിട്ടിപ്പോയില്ലേ, അപ്പം ഞാൻ അവിടെ ഇരുന്ന് അങ്ങ് കൊടുത്തു. അപ്പോൾ ഗോയ്സ് അവളെനിക്ക് കണ്ണൊക്കെ എഴുതി തന്നിട്ട് നമ്മുടെ അനന്തഭദ്രം മൂവിക്കകത്ത് ദിഗംബറിനെ പോലെ ആക്കി തന്നിട്ടുണ്ട്. വളരെ വളരെ നന്ദിയുണ്ട് കുട്ടി. അപ്പോഴാണ് ഗോയ്സ് അവളുടെ അനിയൻ കയറി വന്നത്. മങ്കി ക്യാപ്പ് വെച്ച പോലെ ഉണ്ടായിരുന്നു ഗോയ്സ്. എങ്ങനെയുണ്ടെന്ന് പറയണേ അവളുടെ അനിയനെക്കാണ്. അതിനുശേഷം മുടി കിട്ടാനുള്ള പരിപാടിയാണ് ഗോയ്സ്. എൻ്റെ മുടിയിൽ ഒരു താജ്മഹൽ പണിയണം എന്നാണ് കുട്ടിയുടെ ആഗ്രഹം. കുട്ടിയുടെ ആഗ്രഹമല്ലേ, സാധിച്ചു കൊടുക്കാൻ വിചാരിച്ച് അവിടെ ഇരുന്ന് കൊടുത്തിട്ടുണ്ട്. അവസാനം ഏതോ ഒരു കോലത്തിലാക്കി തന്നു തന്നെ. ആദ്യം ഒരു ഹെയർ സ്റ്റൈൽ പരീക്ഷിച്ചു ഗോയ്സ്, പക്ഷെ അത് സക്സസ് ആവാത്തതുകൊണ്ട് അവളത് മാറ്റിയിട്ട് വേറൊരെണ്ണം പരീക്ഷിച്ചു ഗോയ്സ്. അതിനുശേഷം വേറൊരു ഹെയർ സ്റ്റൈൽ പരീക്ഷിച്ചു ഗോയ്സ്. ദാണ്ട് ഇതാണ് മുകളിലോട്ട് ചീക്കിട്ടുകയാണ് അവളുടെ അടുത്ത ഹെയർ സ്റ്റൈല്. ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, താൻ എൻ്റെ മുടിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചു തരുമെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട് അടങ്ങിയിരിക്കും, ഞാൻ ചെയ്തോളാന്ന്. പിന്നെ മുകളിലോട്ട് മുടി വാരി കെട്ടി എന്തൊക്കെയാണ്. അടുത്തത് ലിപ്സ്റ്റിക്കിൻ്റെ ഊഴമാണ് ഗോയ്സ്. ഏതോ ഒരു കമ്പനിയുടെ സോഡിയുടെ ആണെന്നൊക്കെ പറയുന്നു. ആരെയുണ്ട് മൊത്തം പറ്റീര. അതൊക്കെ ഇട്ട് വന്നിട്ട് എന്നെ സുന്ദരിയാക്കുകയാണ് ഗോയ്സ്. ആദ്യം ലിപ് ബാം ഇട്ടെന്ന് വന്നിട്ട് വേറെ ഏതൊരു ഷെയ്ഡ് കൊണ്ടുവന്ന് പിന്നെ ഇട്ടിട്ടുണ്ട്. ഇതെന്തൊക്കെയാണ് എൻ്റെ മുഖത്ത് കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ഗോയ്സ്. പിന്നെ ലാസ്റ്റ് ഒരു പൊട്ടും തൊട്ട് വന്നിട്ട് വലിയ ആരോ ഒരുക്കിയ പോലെ കുട്ടി വലിയ ആളായിട്ട് ഇരിക്കുകയാണ് ഗോയ്സ്. എനിക്ക് ആ ഹെയർ സ്റ്റൈൽ അങ്ങോട്ട് വലുതായിട്ട് ഇഷ്ടപ്പെട്ടാൽ അതുകൊണ്ട് വീണ്ടും കുട്ടി ഒരു പുതിയൊരു ഹെയർ സ്റ്റൈൽ പരീക്ഷിക്കാൻ നോക്കി ഗോയ്സ്. പിന്നെ മുടി സൈഡിലോട്ട് ചീകിയിട്ടിട്ട് എന്നെ തെറി പറഞ്ഞുകൊണ്ട് അടുത്ത ഹെയർ സ്റ്റൈൽ കിട്ടുകയാണ് ഗോയ്സ്. കുട്ടി എന്തോ കാര്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങൾക്കുള്ള എന്തോ ആണെന്ന് തോന്നുന്നു ഗോയ്സ്. പക്ഷേ ഞാനത് കേൾപ്പിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഞാനത് മ്യൂട്ടൊക്കെ ഇട്ടത് ഇതാക്കി ഗോയ്സ്. പിന്നെ വലിയ പൊട്ടൊക്കെ മാറ്റിയിട്ടൊരു കുഞ്ഞു പൊട്ട് തൊട്ട് തരുന്നുണ്ട് ഗോയ്സ്. ലാസ്റ്റ് ലുക്ക് ഇതാണ്. എങ്ങനെയുണ്ട് ഗോയ്സ്, നിങ്ങൾക്ക് ഇഷ്ടമായോ? പിന്നെ ഗോയ്സ് കുറച്ച് മുല്ലപ്പൂ ഉണ്ടായിരുന്നു ഒരു ആഡംബരത്തിന്, അതുകൂടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. ആദ്യം കൊച്ചുപിള്ളേർക്ക് വെക്കുന്ന പോലെ അവളെ എനിക്ക് വെച്ചൊക്കെ തന്നു. ഞാൻ എപ്പോൾ തെറി വിളിച്ചു ഗോയ്സ്. പിന്നെ എനിക്ക് നല്ല രീതിയിലൊക്കെ വെച്ച് തന്നു. അപ്പോൾ പൂടെ വെച്ചിട്ടുള്ള എൻ്റെ ലാസ്റ്റ് ലുക്ക് ഇതാണ് ഗോയ്സ്. എങ്ങനെയുണ്ടെന്ന് പറയണേ. പിന്നെ ആണെങ്കിൽ ഞങ്ങളാണെങ്കിൽ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചു. ഊണ് വിത്ത് ഫിഷ് ഫ്രൈ ആയിരുന്നു ഗോയ്സ്. ആദ്യമായിട്ടാണ് ഞാൻ ഊണിൻ്റെ കൂടെ ഫിഷ് ഫ്രൈ കാണുന്നത്. അടിപൊളി ഫുഡായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഇരുന്ന് കഴിച്ചു. പിന്നെ അവസാനം പച്ചമോരാണെങ്കിലും ഞാൻ കയ്യിലെടുത്ത് ഇങ്ങനെ കുടിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. പച്ചമോര് ഇങ്ങനെ കുടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഗോയ്സ് അമ്പലത്തിലോട്ട് കൊണ്ടുപോകാനുള്ള കാളെടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ കണ്ടതിന് ശേഷം ഞാനും അവളും കൂടി ആണെങ്കിൽ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അവളും കൂടി എൻ്റെ വീട്ടിൽ പോയി. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന നേരം നല്ല മഴക്കോളുണ്ടായിരുന്നു ഗോയ്സ്. ഇനി എങ്ങനെ ഉത്സവത്തിന് പോകുന്നു ഞങ്ങളിങ്ങനെ ആലോചിക്കുമായിരുന്നു. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷമാണെങ്കിൽ അവൾ പിന്നെയും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്നുകൂടെ ശുണ്ട്രിയായി ഗോയ്സ്. ശുണ്ട്രിയാണെന്ന് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഇല്ല. പിന്നെ നമുക്കങ്ങനെ പറയാം. ഇടയ്ക്ക് കൂടെ അമ്മ വന്നു. പിന്നെ ആണെങ്കിൽ 2 വർഷത്തെ ക്ലിപ്പൊക്കെ കുത്തി കൊച്ചുപിള്ളേരെ പോലെ കൂട്ടിനസ് വാരി എറിയുന്നുണ്ടായിരുന്നു ഗോയ്സ്. കൂട്ടിനസ്. പിന്നെ നമ്മൾ ഒരുങ്ങി പിന്നെയും അമ്പലത്തിലോട്ട് പോയി ഗോയ്സ്. അമ്പലത്തിൽ ഭയങ്കര ചെണ്ടമേളമൊക്കെ ഉണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഗോയ്സ്. ആദ്യമായിട്ടാണ് ഞാൻ അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ ഇങ്ങനെ പോകുന്നത്. കാളെ കൊണ്ടുവന്നതുപോലെ തന്നെ നല്ല പാടാണ്. ഒന്നാമത് മഴയായതുകൊണ്ട് ഭയങ്കര ചെളിയൊക്കെ ആയിരുന്നു. പലയിടത്തും കാള കുടുങ്ങിപ്പോയി ഗോയ്സ്. പിന്നെ ചെണ്ടമേളമൊക്കെ കണ്ട് അടിപൊളിയായിരുന്നു ഗോയ്സ്. പല സ്ഥലത്തു നിന്നായിട്ട് ഒരുപാട് കാളകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വന്നപ്പോഴത്തേനും ഒരുപാട് സമയമായി. പിന്നെ പുകയും പിന്നെ ആണെങ്കിൽ പടക്കപ്പൊട്ടീരും അതുപോലെ തന്നെ ഈ പേപ്പറിൻ്റെ സംഭവമൊക്കെ കുറേ ഉണ്ടായിരുന്നു ഗോയ്സിന്. ലൈറ്റൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ വവ്വാല് കുഞ്ഞിനാണെങ്കിൽ ഈ കടയിലൊക്കെ കയറണമെന്ന് പറഞ്ഞായിരുന്നു. കുറേ സ്ലൈഡും അതുപോലെ തന്നെ കൊച്ചു പിള്ളേരെ കുഞ്ഞു സാധനങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷമാണെങ്കിൽ അമ്പലത്തിൽ തൊഴാൻ കയറി ഗോയ്സ്. അവൾ വട്ടം ചുറ്റി തന്നപ്പോൾ ഞാനും അവളുടെ കൂടെ വട്ടം ചുറ്റി ഗോയ്സ്. അതിനുശേഷമാണെങ്കിൽ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഒരു 7 മണിയൊക്കെ ആയി അപ്പോഴത്തേനും. പിന്നെ ഞാനും അവളും കൂടി വീട്ടിൽ പോയി. ഞാൻ അവളെ വീട്ടിൽ വിട്ടിട്ട് നേരെ എൻ്റെ വീട്ടിൽ പോയി ഗോയ്സ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. അപ്പം വീണ്ടും കാണാം. ഓക്കെ, ബൈ.